Welcome to Mahimas cooking class. ഞാൻ Mahimasimon. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു പോർക്കിൻ്റെ റെസിപ്പിയാണ്, പോർക്ക് പെപ്പർ റോസ്റ്റ്. നന്നായിട്ട് കുരുമുളകൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു പ്രിപ്പറേഷൻ നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ ഒക്കെ എക്സലൻ്റ് ആണ്. കണ്ടു നോക്കാം. പോർക്ക് പെപ്പർ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് മസാല അത് മൂപ്പിച്ചെടുക്കാനായിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഇടാം. ചെറിയൊരു കഷ്ണം പട്ട, ഒരു ഏലക്ക, 2 ഗ്രാമ്പു, ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നിറച്ച് ജീരകം കൂടെ ചേർത്തു. ഇവിടെ ജീരകം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് മുളക് പൊടിയൊക്കെ ചേർക്കാം. മുളക് പൊടി ഒരു 1/4 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ. മിക്സ് ചെയ്യുക. ഇമ്മീഡിയറ്റ്ലി ഓഫ് ചെയ്യുക. മസാല ബേൺഡ് ആവാതിരിക്കാൻ നോക്കുക. ഇതിനി ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്യുക. ചൂടാറിയ ശേഷം കരച്ചെടുക്കാനായിട്ടുണ്ട്. ഈ മിക്സർ കൂളായിട്ടുണ്ട്. നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇടാം. ഇതിൻ്റെ കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് നമുക്ക് അരയ്ക്കാനായിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ചുവന്നുള്ളി ഒരു 5 കഷ്ണം, ഇഞ്ചി ഒരു 2 ഇഞ്ച് കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി ഒരു 10 അല്ലി വെളുത്തുള്ളി, കുരുമുളക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, മഞ്ഞൾ പൊടി 1/2 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ മാറിനേഷന് വേണ്ടിയിട്ട് എല്ലാം കൂടെ ഒരു ബോളിലേക്ക് മിക്സ് ചെയ്യാം. ഈ ബോളിലേക്ക് പോർക്ക് 1/2 കിലോ പോർക്ക് എടുത്തേക്കുന്നത് വിത്ത് ഫാറ്റാണ്. ഇതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന മിക്സ്ചർ ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ കൂടെ ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി നന്നായിട്ട് തിരുമ്മി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഈ പെരട്ടിയ മിക്സ്ചർ സമയമുണ്ടെങ്കിൽ ഒരു മണിക്കൂറൊക്കെ മാറ്റി വെക്കുക, ഫ്രിഡ്ജിൽ കവർ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഒരു 30 മിനിറ്റെങ്കിലും വെക്കുക. അടുത്തായിട്ട് കുക്കറിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിലാണ്. നാടൻ പ്രിപ്പറേഷൻ ആണല്ലോ. അപ്പോൾ എണ്ണ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. പോർക്ക് കുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് എണ്ണ വരും. അപ്പോൾ അത് കണക്കാക്കി വേണം ഒഴിക്കാനായിട്ട്. ഇതിലേക്ക് ഞാനൊരു 15 ചുവന്നുള്ളി സ്ലൈസ് ചെയ്തത് അതിലേക്ക് ചേർക്കാം. അതിനൊപ്പം തന്നെ 2 മീഡിയം സൈസ് സവോള സ്ലൈസ് ചെയ്തത്. ഇത് ലൈറ്റ് ബ്രൗൺ ആകുന്ന വരെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കുക്കിംഗ് ഫാസ്റ്റർ ആക്കാനായിട്ട് സവാളയൊക്കെ പെട്ടെന്ന് കുക്ക് ആവാൻ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഈ സവാളയൊക്കെ വഴറ്റുമ്പോൾ നമുക്ക് പോർക്കിനകത്ത് ഫാറ്റ് വേണമെങ്കിൽ ഇതിനകത്ത് ഇടാവുന്നതാണ്. കുറച്ച് ഫാറ്റ് പീസസ് കൂടി ഇതിനകത്തേക്ക് ചേർക്കുക. മതിയാവും. 5-6 പീസ് ചേർത്തിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നത് 1/2 കിലോ പോർക്കാണ്, ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത്. ഇപ്പോൾ സവാളയൊക്കെ ലൈറ്റ് ബ്രൗൺ കളറായി. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക്, ഒരു പച്ചമുളക് എടുത്തേക്കുന്നത് അതിന് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തു. അപ്പം തന്നെ കുറച്ച് വേപ്പില, കറിവേപ്പില. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മീറ്റിനകത്തേക്ക് ഇടാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിയും കൂടെ ചേർക്കാം. പോർക്ക് പെപ്പർ റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ പെപ്പറിൻ്റെ ഫ്ലേവർ ആയിരിക്കണം മുമ്പിൽ നിൽക്കുക.
അതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള മസാലകളൊക്കെ കുറച്ചായിട്ടേക്കും. ഇനി ഇതൊരു 5-6 മിനിറ്റ് നല്ല ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക. വെള്ളം ഒഴിക്കത്തില്ല, നല്ല തീ തന്നെ ഒരു 4-5 മിനിറ്റ് കുക്ക് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ടൊമാറ്റോ ചെറുതായിട്ട് ചോപ്പ് ചെയ്തേക്കുന്നതാണ്, അതുകൂടെ ആഡ് ചെയ്യാം. ടൊമാറ്റോ ഇല്ലാതെ ഉണ്ടാക്കാം, വിനീഗർ മാത്രം ഒഴിച്ച് ഉണ്ടാക്കാം. ടൊമാറ്റോ ഇട്ടാൽ നമുക്ക് ചെറിയൊരു കൊഴുപ്പൂടെ കിട്ടും കറിക്ക്. അപ്പോൾ ടൊമാറ്റോ ഇട്ടും കുറച്ച് നേരം ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യുക. ഇനി നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. വെള്ളം ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ തീ കുറച്ച് വെക്കുക. ഞാൻ യൂഷ്വലി 10 മിനിറ്റാണ് വെക്കാറുള്ളത്. ഓരോ പോർക്കിനും കുക്കിംഗ് ടൈം വ്യത്യാസം വരും. അപ്പോൾ നന്നായിട്ട് വേവുന്ന വരെ കുക്ക് ചെയ്തെടുക്കുക. പ്രഷർ മൊത്തം പോയി കഴിയുമ്പോൾ തുറക്കാം. ഇപ്പം മീറ്റ് നന്നായിട്ട് കുക്ക്ഡാണ്. ഒരു വിസിൽ വന്നു കഴിയുമ്പം എനിക്ക് തീ കുറച്ചൊരു 8 മിനിറ്റ്സ് ഒക്കെ വെച്ചാൽ മതിയാവും കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് കോട്ടഡ് ആക്കി എടുക്കണം. നല്ല ഒലത്തിയ സ്റ്റൈലിൽ എടുക്കണം. അതിന് വേണ്ടിയിട്ട് പാൻ ഒന്ന് ഹീറ്റ് ചെയ്യാം. ഇച്ചിരി ഗ്രേവി ആയിട്ടൊക്കെ വേണമെങ്കിൽ ഈ ഒരു പരുവത്തിലേ കഴിക്കാവുന്നതാണ്. ഇച്ചിരി ഡ്രൈ ആയിട്ടാണ് വേണ്ടെങ്കിൽ നമുക്കൊന്നിട്ട് ഡ്രൈ ആക്കി എടുക്കാം. പാൻ ചൂടായി, നമുക്കിതിനകത്തേക്ക് ഇടാം. ഇനി നന്നായിട്ട് ഗ്രേവി എല്ലാം ഡ്രൈ ആയി നമുക്ക് ആ വേണ്ട പരുവത്തിന്, പെരളൻ പരുവത്തിന് എടുക്കാം. അതേ പെപ്പറൊക്കെ ഇടാനുണ്ട്, അത് ടുവേർഡ്സ് എൻ്റെ എടുത്തുള്ളൂ. കുറേയൊക്കെ ഡ്രൈ ആയി. ഞാനത്തേക്ക് കുറച്ചുകൂടെ കറിവേപ്പില ചേർക്കാം. ഇനി പെപ്പർ ഒരുപാട് പൊടിയെല്ലാം ചേർക്കുന്നത്, ഇച്ചിരി ക്രഷ്ഡായിട്ടുള്ള പെപ്പറാണ്. 1 ടേബിൾ സ്പൂൺ ഇപ്പോൾ ചേർക്കും. ഇതെല്ലാവരുടെ എരിവ് കണക്കാക്കി ഉപയോഗിക്കുക. എനിക്ക് പേഴ്സണലി പോർക്കിന് നന്നായിട്ട് പെപ്പറുള്ളതാണ് ഇഷ്ടം. നമ്മൾ 3 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത്, കുറച്ചും കൂടെ വേണമെങ്കിലും ചേർക്കാം. 1 ടീസ്പൂണോടൊക്കെ എക്സ്ട്രാ വേണമെങ്കിലും ചേർക്കാം, മോർ പെപ്പർ ഫ്ലേവർ വേണമെങ്കിൽ. ഇതിവിടെ റെഡിയാണ്. കുറേ കൂടെ ഡാർക്ക് ആവണമെങ്കിൽ കുറച്ച് നേരം കൂടെ ഒലത്തിയെടുക്കാം. നമുക്കൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. പെപ്പറിൻ്റെ ഫ്ലേവർ നല്ല മുമ്പിൽ നിൽക്കുന്ന നമ്മുടെ പോർക്ക് പെപ്പർ റോസ്റ്റ് നല്ല ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെ നല്ലതാണ്, പറോട്ടയുടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെയും നല്ലതായിട്ട് ഇത് പോകും. ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ട്രൈ ഔട്ട് ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.